കേരളം നടുങ്ങിയ നെന്മാറ കൂട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് കോടതി. ഒട്ടും മനസാക്ഷിക്കുത്തില്ലാത്ത പ്രതിയുടെ ചെയ്തികൾ അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ച് ചൂണ്ടിക്കാട്ടിയത്. നെന്മാറ പോത്തുണ്ടിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. കുടുംബത്തിൽ അവശേഷിക്കുന്നവരുടെ ജീവന് കൂടി ഭീഷണിയാകുന്ന പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതി 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം, ഇല്ലെങ്കിൽ 3 വർഷം അധികം തടവ് അനുഭവിക്കണം. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന സൈക്കോളജി, സൈക്യാട്രി റിപ്പോർട്ടുകളും ശരിവെച്ചാണ് ശിക്ഷാവിധി. 2025 ജനുവരി 27-നായിരുന്നു പോത്തുണ്ടിയിൽ നാടിനെ നടുക്കി ഇരട്ട കൊലപാതകം. അയൽവാസി കൂടിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 28-ന് രാത്രി പോത്തുണ്ടിക്ക് സമീപം മാട്ടായിയിലെ വീടിന് സമീപത്തെ വയലിൽ നിന്നാണ് ചെന്താമര പിടിയിലായത്. പോലീസ് നാട്ടുകാരുമായി ചേർന്ന് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. തിരച്ചിൽ അവസാനിപ്പിച്ചതായി പ്രതീതിയുണ്ടാക്കിയാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുന്ന വഴിയിൽ വെച്ച് പിടികൂടിയത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരുന്നു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമരയുടെ വിശ്വാസം. ഇരുവരും കൂടോത്രം നടത്തിയതാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമര കൊന്നത്. കോടതി നടപടികളെ ചെന്താമര നേരിട്ടത് തെല്ലും കൂസലില്ലാതെയായിരുന്നു. കോടതിയെ വെല്ലുവിളിക്കുന്ന ചെന്താമരയുടെ മറുപടികൾ കേട്ടുനിന്നവരിൽ പോലും പേടി ഉളവാക്കി. ഞാൻ ഗാന്ധിയല്ല, എനിക്ക് തടസ്സം നിൽക്കുന്നവരോടെല്ലാം എന്റെ പെരുമാറ്റം ഇങ്ങനെയായിരിക്കും, വേണ്ടിവന്നാൽ മറ്റുള്ളവരെയും കൊല്ലും, എന്നെ തൂക്കിക്കൊന്നോളൂ എന്നിങ്ങനെയായിരുന്നു പ്രതികരണം. ഇനിയും കുറ്റകൃത്യം ചെയ്യാൻ ഒരുക്കമാണെന്ന പ്രതിയുടെ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു.